നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ 2022 ഉത്തരവ്. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. നിലവിലെ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ലെന്നും MP. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി ഫലപ്രദമായ പ്രൊജക്ടുകൾ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് മന്ത്രി. ഇടുക്കി ജില്ലയ്ക്കായി പാക്കേജ് പ്രഖ്യാപിച്ച പ്രത്യേകം തുക അനുവദിച്ചത് പ്രളയത്തെ തുടർന്ന്. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF കട്ടപ്പനയിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മിന്നൽ മുരളി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് CHR വിഷയത്തിൽ ഇടതു സർക്കാരെന്ന് MP. CPM പീരുമേട് ഏരിയ സമ്മേളനത്തിന് വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന BJP സർക്കാർ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ ധനസഹായം നൽകിയില്ലെന്ന MLA. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ 2022 ഉത്തരവ്. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. നിലവിൽ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ല. ഈ പരാതി പരിഹരിക്കണമെങ്കിൽ NDSAയുടെ പരിഗണനയിൽ ഡാം വരണം. എന്നാൽ ലോക്സഭയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ NDSA ഇത്തരത്തിലെ ഡാമുകൾ ഏറ്റെടുക്കില്ല എന്നാണ് വിവരം. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ 2022 ഉത്തരവ് പാലിക്കപ്പെടാൻ പ്രയത്നിക്കേണ്ടതുണ്ടെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരണം എന്നുള്ളതാണ് പരമോന്നത സുപ്രീം കോടതിയുടെ 2022 ഏപ്രിൽ മാസം 8-ാം തീയതിയിലെ ഉത്തരവ്. ആ ഉത്തരവ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഡാമിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. എന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. അതിന് അടിസ്ഥാനവുമുണ്ട്. ആ പരാതി പരിഹരിക്കണമെങ്കിൽ ഒരു പരിധിവരെ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വരിക എന്നത് ഒരാശ്വാസമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എനിക്ക് ലഭിച്ച ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചിടത്തോളം NDSA അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സുപ്രീം കോടതി വിധി 2022 ഏപ്രിൽ 28-ാം തീയതി പുറത്തു വന്നത് പാലിക്കപ്പെടാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി MP എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കുന്നതായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി ഫലപ്രദമായ പ്രൊജക്ടുകൾ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയ്ക്കായി പാക്കേജ് പ്രഖ്യാപിച്ച് പ്രത്യേകം തുക അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ വഴി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന്റെ നടപടികൾ തുടർന്നു വരികയാണ്. എന്നാൽ സമയബന്ധിതമായി ഇവ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്നും മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി തീർക്കണം. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം സുഗമമാക്കാൻ ജില്ലാതല മേധാവികൾ കൂടിയാലോചന നടത്തണം. അപേക്ഷകളിന്മേൽ സമയബന്ധിത നടപടികൾ ഉണ്ടാവണം. സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വകുപ്പുകൾ പരിശ്രമിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. സേവന വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച പരിശീലനവും യോഗത്തിന്റെ ഭാഗമായി നടന്നു. വിവിധ വകുപ്പുകളുടെ പദ്ധതി പുരോഗതികൾ യോഗം അവലോകനം ചെയ്തു. യോഗത്തിൽ ADM ഷൈജു P. ജേക്കബ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. മിന്നൽ മുരളി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് CHR വിഷയത്തിൽ ഇടതു സർക്കാരെന്ന MP ഡീൻ കുര്യാക്കോസ്. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF കട്ടപ്പനയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ നേടിയ അവകാശങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്.
കുറ്റവിചാരണ സദസ്സ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മിന്നൽ മുരളി എന്ന സിനിമയിൽ കട സ്വയം കത്തിച്ച ശേഷം കടയ്ക്ക് തീപിടിച്ചുവെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്ന വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് CHR വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ സമീപനമെന്ന് അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ ഇടതുപക്ഷം ചെയ്ത തെറ്റ് മറച്ചുവെക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. ഒക്ടോബർ 4-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ജില്ലയ്ക്കെതിരായി വിധിയുണ്ടായപ്പോൾ സർക്കാർ അഭിഭാഷകൻ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. വീടിന് തീ കൊടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയാണ്. നാട്ടുകാരെ ഓടിവായോ വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ വീടിന് തീ കൊടുത്തത് ഈ വില്ലനാണ്. നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മറ്റു തരത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ആദ്യമൊക്കെ വലിയ തെറ്റിദ്ധാരണയാണ്. അവസാനം നാട്ടുകാരെല്ലാവരും അത് മനസ്സിലാക്കി ആ വില്ലനെ കീഴ്പ്പെടുത്തുന്നതാണ് ആ സിനിമ. എന്ന് പറഞ്ഞതുപോലെയാണ് ഇടുക്കിയിലെ അവസ്ഥ. ഇടതുപക്ഷ ഗവൺമെന്റ് ശരിക്കും ഇടുക്കി ജില്ലയ്ക്ക് തീ കൊടുത്തു. എന്നിട്ടിപ്പോ നാട് മുഴുവൻ സമരം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കി അതിനെക്കുറിച്ച് നേതാക്കന്മാരോട് വിശദീകരിച്ചു. അപ്പൊ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ നേടിയത്, ആ നേടിയ അവകാശങ്ങൾ ഉൾപ്പെടെ ഇവർ കവർന്നെടുത്തു. എന്നിട്ട് അവർ ഐക്യജനാധിപത്യ മുന്നണിയെ പഴി പറയുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഇവർ പറയുന്നതെല്ലാം നാട്ടുകാർ വിശ്വസിച്ചുകൊള്ളണം. ആ ഒരു ദുശാഠ്യവും അവർക്കുണ്ട്. അവിടെയാണ് നമ്മുടെ സംഘടന. 2018 സെപ്റ്റംബർ 6-ന് പുറത്തിറക്കിയ വനം വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും 2022 മെയ് 22-ലെ സർക്കാർ ഉത്തരവിലും 2024 ജൂൺ 12-ന് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയിലും CHR വനഭൂമിയാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിലെ 1-ാം പ്രതിയും തീരുമാനത്തെ പിന്തുണച്ച MM മണിയും റോഷി അഗസ്റ്റിനും 2ഉം 3ഉം പ്രതികളാണെന്നും നേതാക്കൾ പറഞ്ഞു. സദസ്സിന് മുന്നോടിയായി കട്ടപ്പന ടൗണിൽ പ്രവർത്തകർ പ്രകടനവും നടത്തി. UDF ഇടുക്കി നിയോജകമണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് EM ആഗസ്തി, ജോയി വെട്ടിക്കുഴി, MJ ജേക്കബ്, KMA ഷുക്കൂർ, S അശോകൻ, തോമസ് രാജൻ, റോയ് K പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CHR വിഷയത്തിൽ കേസ് പരിഗണിക്കുന്ന ജഡ്ജിമാർ ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിക്ക് കത്തുകൾ അയച്ചു. അയ്യപ്പൻകോവിലിൽ നടന്ന പരിപാടി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി TC കുര്യൻ ഉദ്ഘാടനം ചെയ്തു. CHR വിഷയത്തിൽ പരിസ്ഥിതി സംഘടനകൾ നൽകിയ കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബർ 24-ന് സുപ്രീം കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവ് പട്ടയ വിതരണത്തെയും സാരമായി ബാധിച്ചു. CHR വിഷയത്തിൽ സുപ്രീം കോടതി വസ്തുതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരുന്നു. ഇവർ പ്രദേശത്തെ പരിസ്ഥിതിയെ കാര്യമായി പഠിക്കാതെ രാജവിളംബരത്തിന്റെ അതിർത്തി മാത്രം നിർണയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിക്ക് നൽകിയത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാർ അടങ്ങുന്ന ബെഞ്ച് പ്രദേശം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ സുപ്രീം കോടതിക്ക് കത്തുകൾ അയച്ചത്. അയ്യപ്പൻകോവിലിൽ നടന്ന പരിപാടി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി TC കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖല പ്രത്യേകിച്ച് CHR പ്രദേശം ഏലമലക്കാടുകൾ, ആ ഏലമലക്കാടുകളെ ആശ്രയിച്ചാണ് നൂറുകണക്കിന് കൃഷിക്കാരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗവും ജീവിച്ചു വരുന്നത്. സുപ്രീം കോടതിയെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിധി കാർഷിക മേഖലയ്ക്ക് ആശങ്ക വരുത്തുന്നതാണെന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ഈ CHR പ്രദേശം സന്ദർശിച്ച് CHR പ്രദേശത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വേണം ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരാനെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെടുന്നത്. മണ്ഡലം സെക്രട്ടറി ഷാജി മണ്ണൂർ അധ്യക്ഷനായിരുന്നു. KV പ്രസാദ്, KG ബാലകൃഷ്ണൻ, വർഗീസ് മാത്യു, മോൺസൺ, സജി മായക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. CPM പീരുമേട് ഏരിയ സമ്മേളനത്തിന് വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന BJP സർക്കാർ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ ധനസഹായം നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. CPM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 274 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കും 14 ലോക്കൽ സമ്മേളനങ്ങൾക്കും ശേഷമാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വണ്ടിപ്പെരിയാറിൽ റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു. തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സമ്മേളനം പ്രസിഡിയം കൺവീനർ G വിജയാനന്ദ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
RSS സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച ഹിന്ദുത്വ രാഷ്ട്രീയം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന BJP സർക്കാർ വയനാട് ദുരന്തത്തിന് അർഹമായ ധനസഹായം നൽകിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അർഹമായി നൽകണം. ഇന്ത്യ യൂണിയനിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മുന്നേറ്റം ഉണ്ടാക്കാൻ, സാമൂഹ്യ വ്യവസ്ഥ സംവിധാനം ഉണ്ടാക്കാൻ, പരിഷ്കരണം നടത്താൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടേതായ സംഭാവന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവന മഹത്തായ സംഭാവനയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹമായ സഹായം നൽകുന്നില്ല, പദ്ധതി വിഹിതം നൽകുന്നില്ല. ഇപ്പൊ കോവിഡ് വന്നപ്പോഴൂന്ന് ഇപ്പൊ ഇതാ വയനാട് ദുരന്തമുണ്ടായി. പ്രധാനമന്ത്രി വളരെ യോഗ്യം വന്നു, അവിടെ കൊച്ചക്കട മൂക്കയൊക്കെ തൂത്തു. പത്രങ്ങളെല്ലാം എഴുതി മനോരമേ, അയ്യോ താലോലിച്ചു. ചില്ലി നയാ പൈസ നമുക്ക് തന്നില്ല. വാഞ്ചനെ തട്ടിപ്പോണ്ടായത് അദ്ദേഹം നമ്മൾ കാണിച്ചത്. ചില്ലി നയാ പൈസ ആ ജില്ല തകർന്നതാ. സുരേന്ദ്രൻ BJPയുടെ നേതാവോ, BJPയുടെ നേതാക്കന്മാർ പറഞ്ഞ 3 വാർഡല്ലേ പറ്റിയുള്ളൂ, അവിടെ പോയുള്ളൂ എന്നാണ് പറഞ്ഞത്. ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV ശശി, KS മോഹനൻ, R തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം KM ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. 14 ലോക്കൽ സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 28 വിഷയങ്ങൾ ചർച്ചയായി. കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചും കട്ടപ്പന ഫെസ്റ്റിനായി മുനിസിപ്പൽ ഗ്രൗണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. നഗരസഭയിൽ ഫെസ്റ്റിന് മൈതാനം അനുവദിക്കാൻ കൊട്ടേഷൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ചൊല്ലി കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങളുണ്ടായി. അകളാട് സ്വദേശി മുനീർ 13 ലക്ഷം രൂപയും നരിയമ്പാറ സ്വദേശി ബിജു പൂവത്താനി 15.99 ലക്ഷം രൂപയുമാണ് ഫെസ്റ്റിന് മൈതാനം അനുവദിക്കുന്നതിനായി കൊട്ടേഷൻ വെച്ചത്. ഇതിൽ ഉയർന്ന തുക നൽകിയ പൂവത്താനി ബിജുവിന് മൈതാനം വിട്ടുനൽകാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. തീരുമാനം കൗൺസിലിന്റെ അംഗീകാരത്തിനായി വന്നപ്പോഴാണ് ഭരണ പ്രതിപക്ഷ വാക്കേറ്റമുണ്ടായത്. കൊട്ടേഷൻ നൽകാൻ കട്ടപ്പനയിലെ ആളുകൾക്ക് ആവശ്യമായ സമയം നൽകിയില്ലെന്നും തീരുമാനത്തോട് വിയോജിക്കുന്നതായും പ്രതിപക്ഷ കൗൺസിലർ സിജോമോൻ ജോസ് പറഞ്ഞു. ആവശ്യമായ സമയം നൽകിയിട്ടും കൊട്ടേഷനുകൾ നൽകുന്നതിൽ ചിലർ താമസം വരുത്തിയെന്ന് ഭരണകക്ഷി അംഗം മനോജ് മുരളി പ്രതികരിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 28 വിഷയങ്ങളാണ് കൗൺസിലിൽ ചർച്ചയായത്. ഇന്നത്തെ കൗൺസിലിന് 28 അജണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അത് ഈ മാസം 14, 15 തീയതികളിലാണ് നമ്മൾ കേരളോത്സവം നടത്തേണ്ടത്. കൗൺസിലിന് മുമ്പിൽ ഇതെല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്തത്. സ്റ്റിയറിംഗ് കമ്മിറ്റി 15-ാം തീയതി ചേരുകയും 15-ാം തീയതി 3 അപേക്ഷകരുണ്ടാകുന്ന അപേക്ഷകരെ വിളിച്ച് സംസാരിക്കുകയും അവരോട് അവരുടെ വോട്ട് ചെയ്യുന്ന തുക നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് വിവിധ ആളുകൾ വിവിധ സമയങ്ങൾ ചോദിച്ചു. അവർക്ക് ആ സമയങ്ങൾ കൊടുത്തു. ആ സമയത്തിന് ശേഷം 2 കൊട്ടേഷനുകളാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കൊട്ടേഷൻ വന്നു. പക്ഷേ അത് നമ്മൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മീൻസ് എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷമായിരുന്നു അത് സ്വീകരിക്കപ്പെട്ടിരുന്നത്. പക്ഷേ എങ്കിലും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന തുകയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ് കൗൺസിലിന്റെ വിജയിക്കുന്നത്. ഇത് ഈ നാട്ടിൽ വികസനത്തിനുള്ള പൈസ നമുക്ക് 15,999 രൂപ ലഭിക്കുമ്പോൾ അതിന്റെ കൂടെ GST ഗവൺമെന്റിലേക്ക് പോകും. അത് കൂടാതെ നമ്മളെ സംബന്ധിച്ച് 15,999 രൂപ മുനിസിപ്പാലിറ്റിക്ക് തനത് വരുമാനമായി ലഭിക്കുക. ആ രൂപത്തിൽ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാം, റിവൈസുമായി ബന്ധപ്പെട്ട് വിവിധ റോഡുകളുടെ പ്രോജക്റ്റുകളുടെ റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കൗൺസിൽ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുത്ത് ഇന്ന് കൗൺസിൽ തിരിഞ്ഞിട്ടുണ്ട്.
നഗരസഭയിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചും പുളിയന്മലയിലുള്ള SC വിഭാഗത്തിന് മുനിസിപ്പാലിറ്റി വക സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന റോഡുകളിൽ നിന്ന് എത്ര മീറ്റർ വിട്ട് പട്ടയം നൽകാമെന്നത് സംബന്ധിച്ച വിഷയത്തിൽ നിയമോപദേശം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കട്ടപ്പന നഗരസഭാ മൈതാനം ഫെസ്റ്റ് നടത്തുന്നതിനായി സ്വകാര്യ വ്യക്തിക്ക് നൽകിയതിൽ വ്യാപക അഴിമതിയുണ്ടെന്ന ആരോപണവുമായി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ. ഒരു ദിവസം 1 ലക്ഷം രൂപയ്ക്കായിരുന്നു മുൻപ് ഗ്രൗണ്ട് നൽകിയിരുന്നത്. ഇപ്പോൾ 60,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വകാര്യ വ്യക്തിക്ക് ഗ്രൗണ്ടിൽ അനുമതി കൊടുത്ത നടപടിക്കെതിരെ വിയോജനം അറിയിക്കുന്നുവെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. നഗരസഭയുടെ ഗ്രൗണ്ട് ഈ വർഷം ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തതിൽ വളരെ വ്യാപകമായ അഴിമതിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിന് ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ചാണ് ഫെസ്റ്റ് നടത്തിയ ആളുകളോട് മേടിച്ചത്. ഇപ്രാവശ്യം അത് 60,000 രൂപയ്ക്ക് താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വളരെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഫെസ്റ്റിന് അപേക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പേ പത്തനംതിട്ട നിന്ന് ഗ്രൗണ്ട് വാട്ടർ ടണൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കട്ടപ്പനയെ വന്നു കിടന്നു. അപ്പം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉള്ള ആളുകളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതിന്റെ പ്രകാരമാണ് അവർ 25 ദിവസം മുമ്പ് ഇവിടെ കട്ടപ്പനയിലെത്താനുള്ള കാരണമായത്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ഫെസ്റ്റിന് സ്ഥലം കൊടുക്കുന്നതിനോട് ഞങ്ങളുടെ വിയോജനം സെക്രട്ടറിക്ക് കൊടുക്കുന്നതാണ്. ഇനി KSEBയിൽ അപേക്ഷ നൽകിയാൽ ഉടൻ വൈദ്യുതി ലഭ്യമാകുന്ന പദ്ധതി ഒരുങ്ങുന്നു. പോസ്റ്റ് ആവശ്യമില്ലാത്ത പുതിയ വൈദ്യുതി കണക്ഷനുകൾ അപേക്ഷിച്ച് 24 മണിക്കൂറിനകം ലഭ്യമാക്കും. ഡിസംബർ 1 മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ 235 സെക്ഷൻ ഓഫീസുകളാണ് പദ്ധതിക്കായി ഒരുങ്ങിയിട്ടുള്ളത്. പാക്കേജ് കണക്ഷൻ എന്ന പേരിൽ www.kseb.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകർ പണം അടയ്ക്കേണ്ടത്. അപേക്ഷാ ഫീസും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച എസ്റ്റിമേറ്റ് കോസ്റ്റും ലോഡിന് ആനുപാതികമായ കരുതൽ നിക്ഷേപവും ഒന്നിച്ച് ഓൺലൈനായി അടയ്ക്കണം. ഓഫീസിൽ വരുന്ന അപേക്ഷകർ രജിസ്ട്രേഷൻ സമയത്ത് പാക്കേജ് കണക്ഷൻ വേണമെന്ന് അറിയിക്കണം. ഡിമാൻഡ് ചെയ്യപ്പെടുന്ന മേൽത്തുകകൾ ക്യാഷ് കൗണ്ടറിൽ അടച്ചാൽ മതി. പോസ്റ്റിൽ നിന്നും 35 മീറ്റർ വരെയുള്ള സർവീസ് വയർ മാത്രം മതിയാകുന്ന കണക്ഷനുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുക. 35 മീറ്ററിൽ കൂടുതലുള്ള പോസ്റ്റ് വേണ്ട കണക്ഷനുകൾ, സർവീസ് വയറിന് സപ്പോർട്ട് പോസ്റ്റ് വേണ്ടവ എന്നിവ പാക്കേജ് കണക്ഷനിൽ പെടില്ലെന്നും കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരികുമാർ KP പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഈ പാക്കേജ് കണക്ഷൻ നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങൾ കട്ടപ്പന ഡിവിഷന്റെ കീഴിൽ സജ്ജമായിട്ടുണ്ട്. പാക്കേജ് കണക്ഷന്റെ കീഴിൽ സിംഗിൾ ഫേസ് 5 കിലോവാട്ട് വരെ ഉള്ള കണക്ഷനുകളും 3 ഫേസ് 10 കിലോവാട്ട് വരെയുള്ള കണക്ഷനുകളാണ് ഇപ്പോൾ നിലവിൽ കൺസ്യൂമറിന് കിട്ടുക. റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ സമയം പ്രകാരം നമ്മൾ 7 ദിവസത്തിലാണ് കണക്ഷൻ നിലവിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് നമ്മൾ ഇപ്പോൾ കണക്ഷൻ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പാക്കേജ് കണക്ഷനുകൾ 24 മണിക്കൂറിനകം നൽകുവാനാണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം. കണക്ഷൻ ലഭിക്കേണ്ട കെട്ടിടത്തിനടുത്തുള്ള പോസ്റ്റിൽ നിന്നും മീറ്റർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കുള്ള ദൂരം 35 മീറ്ററിൽ കൂടാൻ പാടില്ല. 35 മീറ്ററിൽ കൂടുതലുള്ളത് 35 മീറ്റർ ആണെന്ന് കാണിച്ച് അപേക്ഷിച്ചാൽ കണക്ഷൻ നൽകില്ല. അത്തരം അപേക്ഷകളുടെ മുൻഗണന നഷ്ടപ്പെടുകയും ചെയ്യും. സർവീസ് വയർ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം മുൻകൂട്ടി എഴുതി വാങ്ങിയതിനു ശേഷം വേണം പാക്കേജ് ഫീസ് അടയ്ക്കാൻ. ഉടമസ്ഥാവകാശ രേഖ, തിരിച്ചറിയൽ രേഖ, ടെസ്റ്റ് റിപ്പോർട്ട് എന്നിവ ഓൺലൈനായിട്ടോ നേരിട്ടോ നൽകേണ്ടതാണ് തുടങ്ങിയ നിബന്ധനകളും KSEB അധികൃതർ വ്യക്തമാക്കി. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ സാമൂഹിക വിരുദ്ധർ ഓട്ടോറിക്ഷ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായി പരാതി. മ്ലാമല എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന പ്രശാന്തിന്റെ ഓട്ടോറിക്ഷയാണ് സാമൂഹിക വിരുദ്ധർ കത്തിച്ചത്. മ്ലാമല എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന പ്രശാന്ത് വാഹനം ഒതുക്കിയ ശേഷം വീട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് ലയത്തിന്റെ സമീപത്തു നിന്നും തീ ആളിക്കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എസ്റ്റേറ്റിലെ ആളുകൾ മാലിന്യം കത്തിക്കുന്നതാണെന്ന് കരുതി നോക്കാനെത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച വിവരം അറിയുന്നത്. തുടർന്ന് സമീപവാസികളെ കൂട്ടി തീ അണച്ചു. പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി പ്രശാന്ത് പറഞ്ഞു. ഈ തീ മൊത്തം ഇവിടെ ആളി കത്തുന്ന കണ്ടിട്ട് ആ വെട്ടത്ത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്നാൽ ഞാൻ ഓർത്ത് ഇവിടെ വല്ല വേസ്റ്റോ എല്ലാം കത്തിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ മൊത്തം വണ്ടി കത്തുമായിരുന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് ഇവരെ അടുത്ത വീട്ടുകാരെ വിളിച്ച് ഇങ്ങനെ കയറി. ഇതിൽ എനിക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിലേ കയറി ഇവരുടെ സഹായത്തിനും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ വണ്ടി കെടുത്തിയത്. ആരോ മനഃപൂർവ്വം വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
മ്ലാമല കേന്ദ്രീകരിച്ച് മുൻപും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ 29ാമത് വാർഷിക പൊതുയോഗം ചെറുതോണിയിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. പോലീസ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് IPS പറഞ്ഞു. സാമൂഹ്യ സേവന രംഗത്ത് വളരെ മികച്ച ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്ന ഇടുക്കി ജില്ലയിലെ വളരെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ളൊരു സഹകരണ സംഘമാണ് ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം. വിവിധ നിക്ഷേപ പദ്ധതികളും വായ്പാ പദ്ധതികളും, ആംബുലൻസ് സേവനങ്ങൾ, നീതി മെഡിക്കൽ സ്റ്റോറുകൾ, മറ്റ് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വീൽ ചെയറിൻ്റെ ദൗർലഭ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടത്തേക്ക് വീൽ ചെയർ കൂടെ സംഭാവന ചെയ്യുകയാണ്. അങ്ങനെ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് സഹകരണ സംഘം കാഴ്ചവെക്കുന്നത്. ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൻ്റെ ടീമിനെ ഈ ഒരു വേളയിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ മാഗി, ഏഞ്ചൽ എന്നീ നായ്ക്കളെ മെഡൽ നൽകിയും ഹാൻഡിലേഴ്സിന് ഉപഹാരം നൽകിയും ആദരിച്ചു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയവരെയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാക്കളെയും DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കും അനുമോദനമൊരുക്കിയിരുന്നു. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ തൊടുപുഴ വനിതാ ഹെൽപ്പ് ലൈൻ ASI സുനീറ TSന്റെ കുടുംബസഹായനിധി വിതരണവും ഇടുക്കി മെഡിക്കൽ കോളേജിനുള്ള വീൽചെയർ വിതരണവും നടന്നു. യോഗത്തിൽ സംഘം പ്രസിഡന്റ് സനൽകുമാർ H അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി DYSP വിൽസൺ മാത്യു, സജീവ് ചെറിയാൻ, KS ഔസേഫ്, അജിത് കുമാർ M, അനീഷ് കുമാർ H, മനോജ് കുമാർ EG, ബൈജു R, അഖിൽ വിജയൻ, ആർഷ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പതറ 9 ഏക്കറിലെ അനധികൃത പാറമട വിഷയത്തിൽ പോസ്റ്റർ വിവാദം കനക്കുന്നു. DCC സെക്രട്ടറി അരുൺ പൊടിപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ എന്നിവർക്കെതിരെ ടൗണിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു. 9 ഏക്കർ ഹരിഹരപുരം ഉമാമഹേശ്വര ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. ഉപ്പുതറ 9 ഏക്കറിൽ അനധികൃത പാറമട പ്രവർത്തിക്കുന്നതിനെതിരെ നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പാറമടയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട BJP 9 ഏക്കർ ബൂത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്തിലെ BJP അംഗം ജെയിംസ് തേക്കൊമ്പേൽ, DCC സെക്രട്ടറി അരുൺ പൊടിപ്പാറ എന്നിവർക്കെതിരെ ടൗണിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിന്റെ വികസനത്തിന് യാതൊരുവിധ തടസ്സവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും അനധികൃത പാറമടയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പറഞ്ഞു. ഉപ്പുതറ 9 ഏക്കറിൽ അനധികൃതമായിട്ട് ചില പാറമട ഖനനം നടക്കുകയുണ്ടായി. ചില സാമൂഹിക വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പാറഖനനം നടന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിൽ ഉണ്ടാകുകയും റവന്യൂ ഭൂമിയിൽ നിന്ന് ഈ പാറ പൊട്ടിച്ച് കടത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, 9 ഏക്കറിലെ അമ്പലവുമായിട്ട് ഈ പാറ പൊട്ടിന് യാതൊരു ബന്ധവുമില്ലാഞ്ഞു. ഈ അനധികൃതമായ പാറഖനനം നിർത്തണമെന്നും അതിന് സർക്കാരിനുണ്ടായ നഷ്ടം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ചില ആളുകൾ ഇത് വഴിതിരിച്ചു വിട്ടുകൊണ്ട് 9 ഏക്കർ അമ്പലത്തിന്റെ വികസനം തടസ്സപ്പെടുന്ന രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകളൊക്കെ വെക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അതിനും പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്ന അരുൺ പൊടിപ്പാറയും തോക്കമ്മനെയും ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയുകയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, കേരളത്തിന് ഏറ്റവും ആദ്യം കുടിയേറ്റം നടന്ന നമ്മുടെ ഉപ്പുതറയിലാണ്, ഈ ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിന്റെ ആദ്യം കുടിയേറ്റം 6ാമത്തെ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ കുടുംബം ഇവിടെയും അതുപോലെ ആർപ്പൂക്കരയാണ് കാലഘട്ടം തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. എന്നും ഹൈന്ദവ വിശ്വാസത്തോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചൊരു പാരമ്പര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിനുള്ളത്. എൻ്റെ പാർട്ടിക്കാണെങ്കിലും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും പാഴ്സിയെയും ജൈനെയും ഹിന്ദുവിനെയും എല്ലാം ഒരേ കൈ കൊണ്ടാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ പോസ്റ്റ് തൊട്ട് ചില ആളുകളൊക്കെ ഉപ്പുതറ OMLP സ്കൂൾ നമ്മുടെ സ്ഥലം കൈയേറിയപ്പോൾ ഉപ്പുതറ സെന്റ് മേരീസ് പൊറോനാപ്പള്ളി ഒന്നടങ്കവർക്കെതിരെ നിന്നപ്പോൾ അന്ന് ആ ഇടവകയിൽ നിന്നുകൊണ്ട് ഇവർക്ക് നിർത്തിക്കൊണ്ട് ഇവർ ആ പ്രശ്നം മാന്യമായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുത്ത ആളാണ് ഞാൻ. അതും ഉപ്പുതറയിലെ ആളുകൾക്ക്, ഭൂരിപക്ഷം ആളുകൾക്കും ജാതി മത വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിനെ വർഗീയവലിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിഷക്കൂണുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഇവിടുന്ന് തൂത്തെറിഞ്ഞുകൊണ്ടും അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനുണ്ടായ നഷ്ടങ്ങൾ മൊത്തം ഇവിടുന്ന് നീളാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ചിലർ തങ്ങളെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അരുൺ പൊടിപ്പാറ പറഞ്ഞു. CPM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കിക്കവര യൂണിറ്റ് സ്വാഗത സംഘം ഓഫീസ് സ്ഥാപിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി VR സച്ചി നിർവഹിച്ചു.
CPM കട്ടപ്പന ഏരിയ സമ്മേളനം ഡിസംബർ 6, 7 തീയതികളിലാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് സ്വാഗത സംഘം ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി കവല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വാഗത സംഘം ഓഫീസ് CPM ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഡിസംബർ 6, 7 തീയതിയിൽ കട്ടപ്പനയിൽ വെച്ച് ചേരുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ പാർട്ടിയുടെ സമ്മേളന കാലയളവിൽ കട്ടപ്പനയിലെ ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയനിലെ തൊഴിലാളികൾ അഭിമാനകരമായ പാർട്ടിയുടെയും യൂണിയൻ്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 35 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. എല്ലാ രംഗത്തും സമ്മേളനത്തിൻ്റെ കാര്യത്തിലും പാർട്ടിയുടെ ഓഫീസിൻ്റെ കാര്യത്തിലും പത്രം ചേരുന്ന കാര്യത്തിലുമെല്ലാം തന്നെ പാർട്ടിയോടൊപ്പം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൽ ഒന്നാം ഘട്ടമെന്ന നിലയിൽ ഇടുക്കി കവല യൂണിറ്റ് ആ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. പൂർണ്ണമായി മുളകൊണ്ട 2 നിലകളിലായാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. CPM ജില്ലാ സമ്മേളനം 2025 ഫെബ്രുവരി 4 മുതൽ 6 വരെ തൊടുപുഴയിലും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 25 മുതൽ 28 വരെ കൊല്ലത്തും നടക്കും. 24-ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുന്നത്. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ്, ലോക്കൽ സെക്രട്ടറി CR മുരളി, യൂണിറ്റ് കൺവീനർ ഷിബുലാൽ PB തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കടുത്ത മത്സരം നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ടിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. 9 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വിവിധ സ്കൂളുകളിൽ നിന്നായി 9 ടീമുകൾ പങ്കെടുത്ത ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ്. കടുത്ത മത്സരത്തിലൂടെ 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വഞ്ചിപ്പാട്ട് ടീമാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഞങ്ങൾക്കാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായത്. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച മാഷിന്, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ ചിത്ര ടീച്ചർ, അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ മനോജ് സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സിന്ധു ടീച്ചർ, ഇവരെല്ലാവരും ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പിന്തുണ, അതുപോലെ ഞങ്ങളുടെ പേരൻസിൻ്റെയൊക്കെ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദി. 10 പേർ ഉൾപ്പെട്ട വഞ്ചിപ്പാട്ട് മത്സരം കുട്ടികളെ പരിശീലിപ്പിച്ചത് അധ്യാപകരായ സിന്ധു, ചിത്ര എന്നിവർ ചേർന്നാണ്. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും ശേഖരം കൗതുകവും അറിവും പകരുന്നതായി. 10,000-ലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. 25-ലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷൻ ഇൻസ്പോ 2K24ന്റെ ഭാഗമായിട്ടായിരുന്നു നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും വിപുലമായ ശേഖരമൊരുക്കിയത്. 100-ലധികം രാജ്യങ്ങളിലായി ഇറക്കിയ 10,000-ലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. അമേരിക്കയിൽ ഇറക്കിയ സിൽവർ സ്റ്റാമ്പും ഗോൾഡ് സ്റ്റാമ്പും സ്റ്റാമ്പ് ശേഖരത്തിൽ വ്യത്യസ്തത പുലർത്തി. നാണയ ശേഖരവും സ്റ്റാമ്പ് ശേഖരവും കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇവിടെ വിശ്വദീപ്തിയിൽ വളരെ വിശാലമായിട്ടുള്ള സ്റ്റാമ്പ് കളക്ഷനും അതുപോലെ തന്നെ കോയിൻ കളക്ഷനും വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെ കളക്ഷനും നടക്കുന്ന ഒരു സ്റ്റോളാണിത്. ഏകദേശം 10,000-ലധികം സ്റ്റാമ്പുകളുടെ വിവിധ രാജ്യങ്ങളുടെ കളക്ഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പല കാറ്റഗറികളിലായിട്ടാണ് ഇവ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 50-ൽ പരം രാജ്യങ്ങളിലെ കറൻസിയും അതുപോലെ കോയിൻസും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ USA-യുടെ ഒരു ഗോൾഡൻ സ്റ്റാമ്പും അതുപോലെ തന്നെ ഒരു സിൽവർ സ്റ്റാമ്പും അതിൻ്റെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 25-ലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി. 1999 മുതൽ 2008 വരെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയ നാണയങ്ങളും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പുരാതന നാണയങ്ങളും അണയും ഓട്ടക്കാലണയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടാൻ എക്സിബിഷന്റെ ഭാഗമായുള്ള നാണയശേഖരം സഹായകരമായി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവംബർ 30, ഡിസംബർ 6, 7, 8 തീയതികളിലായാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടക്കുന്നത്. സെന്റ് ഫിലോമിന സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച അത്ലറ്റിക് മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ ഉദ്ഘാടനം ചെയ്തു.
അപ്പോൾ 2024 കേരളോത്സവം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഞങ്ങൾ പഞ്ചായത്ത് 4 ദിവസങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പം ഇവിടെയുള്ള യുവാക്കൾക്കെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ 4 ദിവസങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. 6-ാം തീയതി കേരളോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടക്കും. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറിന് സ്വീകരണം നൽകി. നാങ്കുതൊട്ടി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ കുര്യൻ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു. നാങ്കുതൊട്ടി പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സ്വീകരണം നൽകിയത്. വിവിധ SHGകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും ലോട്ടറി അസോസിയേഷനും ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നാങ്കുതൊട്ടി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ കുര്യൻ പൊടിപാറ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിക്കണമെന്ന് കേട്ട് ഇത്രയധികം ആളുകൾ ഈ സായന്തനത്തിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ നിന്ന് തന്നെ ആരെയാണ് ആദരിക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും ആ ആളുടെ മഹത്വം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ആനന്ദ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറുപ്പത്തിലെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനത്തേക്ക് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുകയും ചെയ്യുക, അത് തീരെ സംഭവ്യമല്ലാത്ത നമ്മുടെയൊക്കെ ഈ ഗ്രാമത്തിൽ ശരിക്കും പഴക്കം നിറഞ്ഞ നല്ലൊരു ഇരുത്തം വന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന പ്രായമുള്ള ആളുകളാണ് പ്രസിഡന്റുമാരായിട്ടും വൈസ് പ്രസിഡന്റുമാരായിട്ടൊക്കെ വന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ അതുപോലെ കല്യാണം പോലും കഴിക്കാത്ത 10-28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പഞ്ചായത്ത് മെമ്പറാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കാം, പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. SNDP തുളസിപ്പാറ ശാഖായോഗം പ്രസിഡന്റ് ഷിബു സത്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറിനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. സംഘാടക സമിതി ചെയർമാൻ നിഖിൽ മണ്ണിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. സ്വീകരണത്തിന് ശേഷം പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി. നാഗുതൊട്ടി എന്ന എന്റെ സ്വന്തം നാട്, ആ നാട്ടിൽ ഇപ്പം ചേട്ടായി പറഞ്ഞ പോലെ ഇവിടുത്തെ ആനന്ദം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. നിങ്ങളുടെ സ്വന്തം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാലോ അറിയത്തുള്ളൂ. ഇവിടുത്തെ കൊച്ചു ഉണ്ണിയായി ഇവിടെ നിക്കറിട്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ നിരവധിയായ അച്ഛനമ്മമാരുടെ എല്ലാം മകനായി ഇവിടെ നടന്ന ആ കൊച്ചുണ്ണി ഇന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഇതുപോലൊരു സ്വീകരണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ സ്വീകരണം കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു മഹനീയമായ ഒരു നിമിഷം, അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിലെ ഇത്രയും നല്ലൊരു നിമിഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലിയിൽ വീടിന്റെ അടുക്കളയിൽ കബോർഡിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. സാധനങ്ങൾ എടുക്കാൻ കബോർഡ് തുറന്ന വീട്ടമ്മ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. അടിമാലി കോയിക്കക്കുടി സിറ്റിയിലായിരുന്നു വീടിന്റെ അടുക്കളയിലെ കബോർഡിനുള്ളിൽ മൂർഖൻ പാമ്പ് കയറിക്കൂടിയത്. വീട്ടമ്മ കബോർഡ് തുറന്ന സാധനങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് കബോർഡിനുള്ളിൽ പാമ്പ് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. കബോർഡ് തുറന്ന ഉടൻ പാമ്പ് കൊത്താനാഞ്ഞെങ്കിലും പാമ്പിന്റെ കടിയേൽക്കാതെ വീട്ടമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു. അടിമാലി ഫോറസ്റ്റ് റേഞ്ച് സ്നേക്ക് റെസ്ക്യൂ ടീമിനൊരു ഫോൺ വന്നു. അടുക്കളയിൽ കബോർഡിനകത്തൊരു മൂർഖം കയറിയിരിക്കുകയാണെന്നും പറഞ്ഞു. ഇത് കോയിക്കക്കുടി സിറ്റിയിലെ സുഭാഷിൻ്റെ വീടാണ്. അടുക്കളയ്ക്കകത്ത് കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു. 4 അടിയോളം, ഒത്തിരി പ്രായമുള്ള പാമ്പല്ല, 4 അടിയോളമുള്ള ഒരു മൂർഖനാണ്. ഞങ്ങളിപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്തു. 4 അടിയോളം നീളം വരുന്ന മൂർഖൻ പാമ്പിനെയാണ് വീടിനുള്ളിൽ നിന്നും പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് പാമ്പള ഓഡിറ്റ് വനമേഖലയിൽ തുറന്നുവിട്ടു. പുതുക്കിപ്പണിത അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനർപ്രതിഷ്ഠ 2025 ഫെബ്രുവരി 10 നടക്കും. നിർമ്മാണം പൂർത്തിയായ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദൈവപ്രശ്നത്തിൽ വെച്ചാണ് പുനർപ്രതിഷ്ഠാ തീയതി തീരുമാനിച്ചത്. പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല ദൈവപ്രശ്നം നടന്നത്.
പഞ്ചലോഹ വിഗ്രഹം പുനർപ്രതിഷ്ഠിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. ക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവിടെ തങ്കവിഗ്രഹമുണ്ടായിരുന്നു. ഈ വിഗ്രഹം ക്ഷേത്ര പരിസരത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു. 2 മാസം കൊണ്ട് പുനർപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ് പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാട്, ജ്യോതിഷൻ സന്തോഷ് കായംകുളം എന്നിവർ ചേർന്നാണ് ദേവഹിതം ചിന്തിച്ചത്. ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീലാൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തിന് ശേഷമാണ് ദേവഹിതം ചിന്തിച്ചത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലപഞ്ചായത്തിന്റെ രൂപീകരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ സർഗാത്മക കഴിവുകളെ വളർത്തുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിയമപരമായി നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ അണിനിരത്തി ബാലപഞ്ചായത്തിന് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി ഒരുമിച്ച് കൂട്ടിയ വിദ്യാർത്ഥികളിൽ നിന്നും 2 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്താണ് ബാലപഞ്ചായത്ത് രൂപീകരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. നിർവഹിച്ചു. നമ്മുടെ ബാലപഞ്ചായത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അതുപോലെ അവർക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ആഹാരം, ന്യൂട്രീഷൻസ്, നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ അവർക്ക് എന്തൊക്കെയാണോ അത് രീതിയിൽ പഞ്ചായത്തും മറ്റ് ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത്, അതൊക്കെ അവരുടെ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അതിനനുവാദികമായിട്ട് അവർക്ക് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഈ ബാലപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ചർച്ചകൾ, ആരോഗ്യം, ശുചിത്വം, ബാലാവകാശങ്ങൾ, സാമൂഹിക നീതി, പരിസര സംരക്ഷണം, ശിശുക്ഷേമ സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളെപ്പറ്റി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. കുടുംബശ്രീ ചെയർപേഴ്സൺ റോസമ്മ ഫ്രാൻസിസ്, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സജീവ്, RP ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മെരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 75ഓളം പേർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജുമായി സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിച്ചാണ്. ഇവിടെ ഏകദേശം 73 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ 73 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരിപാടികൾക്ക് സ്കൂൾ മാനേജ്മെന്റ്, PTA, NSS കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വോയിസ് ഓഫ് വെള്ളിയാങ്കുടിയുടെ നേതൃത്വത്തിൽ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 16 ടീമുകൾ മത്സരിച്ച ടൂർണമെന്റ് നഗരസഭാ കൗൺസിലർ ബീന സിബി ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാങ്കുടി അൽഫോൻസ നഗറിലെ അണ്ടർ 16 ജൂനിയേഴ്സിന്റെ ഫുട്ബോൾ മാമാങ്കമാണ് അരങ്ങേറിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു കളിക്കളത്തിന്റെ ഒക്കെ അഭാവം വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും നമ്മുടെ ഇവിടുത്തെയുള്ള ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ കളിക്കളം ഇവിടെ തയ്യാറാക്കി അവരതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചതിൽ വോയിസ് ഓഫ് വെള്ളയാങ്കുടിയുടെ നേതൃത്വത്തിലാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തന്നെ അതിനാദ്യമേ തന്നെ വോയിസ് ഓഫ് വെള്ളയാങ്കുടിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല വിജയാശംസകൾ നേരുന്നു. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ഗെയിമുകളിലും ഒതുങ്ങിപ്പോകുന്ന ബാല്യങ്ങൾക്ക് കായിക ആവേശം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് നടത്തിയത്. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി കുട്ടികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. കുട്ടികളോടൊപ്പം കാണികളായി നാട്ടുകാരും ചേർന്നതോടെ ആവേശം ഇരട്ടിയായി. 2500 രൂപയാണ് ഒന്നാം സമ്മാനം, 1500 രൂപ രണ്ടാം സമ്മാനവും 750 രൂപ മൂന്നാം സമ്മാനവും കൂടാതെ ഗോൾഡൻ ഗ്ലവും സമ്മാനമായി ഒരുക്കിയിരുന്നു. ഒന്നാം സ്ഥാനം ഗ്രീൻ വാലി A ടീം കരസ്ഥമാക്കി. MG യൂണിവേഴ്സിറ്റി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അലൻ ബിനോയിയെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. വോയിസ് ഓഫ് വെള്ളയാങ്കുടി പ്രസിഡന്റ് സലീം മേടയിൽ, കോർഡിനേറ്റർ സോബിൻ ജോസഫ്, TN ഷൈജു, CP റജി, നിതിൻ ജോർജ്, ജോമോൻ ഇളഞ്ചിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും കേരള നോളജ് എക്കണോമി മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാൻഡർ ഓറ ഹോം ഹെൽത്ത് കെയർ കമ്പനി സംഘടിപ്പിച്ച തൊഴിൽമേള ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും കേരള നോളജ് എക്കോണമി മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഹെൽത്ത് കെയർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ മേഖലകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ സ്വദേശത്തോട്ടൊക്കെ ഒട്ടനവധിയായിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെതായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് നൽകുന്നത്.
അപ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം ആളുകൾ കൈകൊള്ളുന്ന തരത്തിലോട്ട് നിൽക്കുന്നത് ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ഒരുപാട് നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും അനിവാര്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനന്തമായ സാധ്യതകളും നമുക്കുണ്ട്. ജോബിൻ്റെ മേഖലയിലാണെങ്കിലും മറ്റ് മേഖലകളാണെങ്കിലും ഒക്കെ അനന്തമായ സാധ്യതയുള്ളൊരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുമ്പേൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നിരവധി ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേള പ്രയോജനപ്പെടുത്തി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ക്രിസ്തുമസ് അടുത്തതോടെ വിപണി കീഴടക്കി നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും. വ്യത്യസ്തമായ നക്ഷത്രങ്ങളാണ് ഇത്തവണ വിപണിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. LED നക്ഷത്രങ്ങളുടെ വരവോടെ പേപ്പർ നക്ഷത്രങ്ങൾ വിപണിയിൽ നിന്നും അന്യമായി കഴിഞ്ഞു. ഓരോ ക്രിസ്തുമസ് കാലവും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞതാക്കുവാൻ വിപണിയിൽ വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളും LED ബൾബുകളുമാണ് ഇടം പിടിക്കാറ്. ഇത്തവണയും അതിനൊട്ടും കുറവ് വന്നിട്ടില്ല. വൈവിധ്യമാർന്ന LED നക്ഷത്രങ്ങൾ വിപണിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 70 രൂപ മുതൽ 1000 രൂപ വരെയുള്ള LED നക്ഷത്രങ്ങളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. കൂടാതെ LED സീരിയൽ ബൾബുകളും 100 രൂപ മുതൽ വിപണിയിൽ ലഭ്യമാണ്. സാന്താക്ലോസിന്റെ വേഷവും മുഖംമൂടിയും പുൽക്കൂട് സെറ്റുമെല്ലാം വിപണിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സെലിബ്രേറ്റ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർ മുതൽ LED സ്റ്റാർ, പേപ്പർ സ്റ്റാർ, പ്ലാസ്റ്റിക് സ്റ്റാർ, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫൈവ് സൈസർ സ്റ്റാർ, ലീഫ് സ്റ്റാർ, വെറൈറ്റി ഒത്തിരി ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ലൈറ്റുകളുണ്ട്, എല്ലാം അലങ്കരിക്കാനുള്ള ചൈന ലൈറ്റ് ഉണ്ട്, മൾട്ടി കളറുണ്ട്, സിംഗിൾ കളറുണ്ട്, വാം വൈറ്റ്, അത് ഒരു പ്രത്യേക കുറേ മോഡൽസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ അതിൻ്റെ അതുകൊണ്ട് സെപ്പറേറ്റ് ലോ കോസ്റ്റ് സാധനമാണ്, 2 മീറ്റർ വെച്ചിട്ട് വരുന്ന സാധനം. പിന്നെ ക്രിസ്മസ് പപ്പയുണ്ട്, അതിൻ്റെ ഡ്രസ്സുണ്ട്, ബലൂണ്, ഉണ്ണീഷോ സെറ്റ്, പുൽക്കോട്, അതെല്ലാം പുൽക്കോടൊക്കെ 3-4 മോഡലുണ്ട്. ലൈറ്റുള്ള ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്. ചൂരലിൽ തീർത്ത പുൽക്കൂടുകളാണ് ഇത്തവണത്തെ വിപണിയിലെ മറ്റൊരാകർഷണം. റെഡിമെയ്ഡ് പുൽക്കൂടുകൾ 200 രൂപ മുതൽ വിപണിയിൽ ലഭ്യമാണ്. 2 അടി ഉയരം മുതൽ 12 അടി ഉയരം വരെയുള്ള വൈവിധ്യമാർന്ന ക്രിസ്തുമസ് ട്രീകളും കച്ചവടക്കാർ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു. 500 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇവയുടെ വില. അതേസമയം LED നക്ഷത്രങ്ങളുടെ കടന്നുവരവോടെ പേപ്പർ കൊണ്ട് നിർമ്മിച്ചിരുന്ന നക്ഷത്രങ്ങൾ വിപണിയിൽ നിന്നും അന്യമായി കഴിഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 191, വിൽപ്പനയ്ക്ക് വന്നത് 50,860, വിൽപ്പന നടന്നത് 50,597, കൂടിയ വില 3,265, ശരാശരി വില 3,008. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,950, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,150 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ 2022 ഉത്തരവ്. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. നിലവിലെ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ലെന്നും MP. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി ഫലപ്രദമായ പ്രൊജക്ടുകൾ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് മന്ത്രി. ഇടുക്കി ജില്ലയ്ക്കായി പാക്കേജ് പ്രഖ്യാപിച്ച പ്രത്യേകം തുക അനുവദിച്ചത് പ്രളയത്തെ തുടർന്ന്. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF കട്ടപ്പനയിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മിന്നൽ മുരളി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് CHR വിഷയത്തിൽ ഇടതു സർക്കാരെന്ന് MP. CPM പീരുമേട് ഏരിയ സമ്മേളനത്തിന് വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല MLA-യുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന BJP സർക്കാർ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ ധനസഹായം നൽകിയില്ലെന്ന MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.